കാസർഗോഡ് നഗരസഭ നിയുക്ത ചെയർപേഴ്സൺ ഷാഹിന സലീം അവരെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷൻ നാസ്കർ, പ്രീമിയർ ലീഗിന്റെ ചെയർമാൻ PB അച്ചു, ഈ നാസ് പ്രീമിയർ ലീഗിന്റെ സീസൺ 6 ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച കായിക മന്ത്രി ശ്രീ V അബ്ദുറഹ്മാൻ, കാസർഗോഡിന്റെ ജില്ലാ ശ്രീ നിൽക്കുന്നവർ, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിയുക്ത പ്രസിഡന്റ് ശ്രീ അബ്ദുൽ കുഞ്ഞി സർക്കിള, ചെങ്കള ഗ്രാമപഞ്ചായത്തിന്റെ നിയുക്ത പ്രസിഡന്റ് ശ്രീ വസന്തൻ അജക്കോട്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ PB ഷഫീഖ് അടക്കമുള്ള ജനപ്രതിനിധികളെ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കായിക താരങ്ങളെ, കായിക പ്രേമികൾ, നാസ്കർ പ്രീമിയർ ലീഗിന്റെ സീസൺ 6 നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഇന്ന് രാവിലെ കാസർഗോഡ് മുനിസിപ്പൽ ചെയർപേഴ്സൺ പദവി അലങ്കരിച്ചതിന് ശേഷം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന അതേ പഞ്ചായത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു ഔദ്യോഗിക പരിപാടിയിലാണ് പങ്കെടുക്കുന്നത്. അതില് അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നുകയാണ്. കാരണം നാസ്ക് വെറും കളികളെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ക്ലബല്ല, മറിച്ച് ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ക്ലബാണ് നാസ്കി എന്നുള്ള ബോധ്യം എന്റെ മനസ്സിലുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഒട്ടനവധി പരിപാടികൾക്ക്, അതുപോലെ തന്നെ കേരളോത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ നല്ലൊരു സാന്നിധ്യം ഉറപ്പുവരുത്താൻ നാസ്കിലൂടെ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും അത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിന് ആദ്യം തന്നെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദിയും കടപ്പാടും നിങ്ങളോട് അറിയിക്കുകയാണ്. അതേപോലെ മന്ത്രി ഇപ്പൊ വേദിയിലില്ല, മന്ത്രിയോട് ഒരു കാര്യം സൂചിപ്പിക്കണമെന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ കുട്ടികള്, വളർന്നു വരുന്ന കുട്ടികള്, നമുക്കറിയാം ഏറ്റവും കൂടുതൽ അടിമപ്പെട്ടു പോകുന്നത് മൊബൈൽ ഫോണിനും വീഡിയോ ഗെയിമിനുമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും വരും തലമുറയെ വാർത്തെടുക്കാൻ, കായിക താരങ്ങളായ ഒരുപാട് തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ കാസർഗോഡ് ജില്ല കേരളത്തിന്റെ വടക്കേ അറ്റത്തായതുകൊണ്ട് ഒരുപാട് പരാധീനതകൾ നമ്മൾ അനുഭവിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും സ്റ്റേഡിയം ഇല്ലാത്തതിന്റെ പേരിൽ നമ്മുടെ കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല. കുട്ടികൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്, ആ കഴിവുകൾ അനുസരിച്ചുള്ള അവസരങ്ങൾ കൊടുക്കാത്തതിന്റെ പേരിൽ നമുക്ക് വളരുന്ന തലമുറയെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാക്കാണ് നമ്മൾ പോകുന്നത്. നേരത്തെ മന്ത്രി സൂചിപ്പിച്ചു, സിയാസത്തിന്റെ അനുമതി കിട്ടാത്തത് കൊണ്ട് ഒരു സ്റ്റേഡിയം ഇവിടെ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദ്രുതഗതിയിൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് വന്നാൽ തീർച്ചയായും വളർന്നു വരുന്ന ഒരുപാട് കായിക താരങ്ങളെ വാർത്തെടുക്കാൻ നമ്മുടെ നാടിനും സാധിക്കും. അതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് എനിക്ക് നാസ്ക് ക്ലബിനോട് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള നടപടികളുമായി, ഇത്തരത്തിലുള്ള ആവശ്യങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായും നമ്മുടെ നാടിന്റെ വികസനത്തിനും നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും. അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് ഇതിനെ ക്ഷണിച്ചതിന് നിങ്ങളോടുള്ള ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇതിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.